കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. സക്സസ് സ്റ്റോറി എപ്പിസോഡിൽ ഒരു പ്രണയത്തിൻ്റെ ഒരു യാത്രയിലൂടെ ഒന്ന് സഞ്ചരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഉദയനാണ് താരം എന്ന സിനിമയിൽ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, കരളെ കരളിൻ്റെ കരളെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ പ്രണയിക്കുന്നവർ എപ്പോഴും സ്ഥിരമായി പറയുന്നൊരു വാക്കാണ്, നീ എൻ്റെ കരളിൻ്റെ കഷണമാണ്. ഈ കരളിനെക്കുറിച്ച് അങ്ങനെ പ്രണയവും സ്നേഹവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സങ്കല്പമാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ നമ്മൾ പലപ്പോഴും പ്രണയത്തിലും സ്നേഹം ഇങ്ങനെ മൂത്തു വരുമ്പോഴും നീ എൻ്റെ കരളിൻ്റെ കഷ്ണമൊക്കെയാണെന്ന് പറയുമെങ്കിലും പലപ്പോഴും അതിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഉണ്ടാകാറില്ല. എന്നാൽ കരളിൻ്റെ കഷണങ്ങളായി മാറിയ ദമ്പതികളിലൂടെയാണ് ഈ എപ്പിസോഡിൽ സക്സസ് സ്റ്റോറി സഞ്ചരിക്കുന്നത്. ഞങ്ങളിങ്ങ് കോട്ടയംപൊയിൽ എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണുള്ളത്. അവിടെ അഡ്വക്കേറ്റ് MV രാജേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി RCP സന്മ. വടക്കേ മലബാറിൽ ആദ്യമായി കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആളാണ് അഡ്വക്കേറ്റ് MV രാജേന്ദ്രൻ. അതും 1.5 പതിറ്റാണ്ട് മുമ്പ്. അന്ന് ഇത് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാലമായിരുന്നു. അദ്ദേഹത്തിന് അന്ന് കരൾ തേടി അലയേണ്ടി വന്നിട്ടില്ല. പ്രിയതമ പറഞ്ഞു, എടുത്തുകൊള്ളുക എൻ്റെ ഒരു കരളിൻ്റെ കഷ്ണം. അങ്ങനെ രണ്ടുപേരും കരൾ പങ്കുവെച്ചവരാണ്. ഇന്ന് ദാമ്പത്യ ബന്ധങ്ങൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രണയം, ഇഷ്ടം, സ്നേഹം എന്നതൊക്കെ കോർപ്പറേറ്റ് കാലഘട്ടത്തിൻ്റെ ഒരു ഉൽപ്പന്നമായി മാറിക്കഴിഞ്ഞു. എപ്പോഴും എവിടെ വെച്ചും മുറിയാം. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിരിയുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വിവാഹം തന്നെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയാണ് ഈ ദമ്പതികൾ. നമുക്കിവരിലൂടെ ഒന്ന് സഞ്ചരിക്കാം, ഇവരുടെ ജീവിതം എന്താണെന്നറിയാം. ആ കരൾ മാറ്റത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ അനുഭവിച്ച അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. നമുക്ക് രണ്ടുപേരെയും സക്സസ് സ്റ്റോറിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്താലോ പ്രേക്ഷകരെ? അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, നമസ്കാരം. സന്മ, രണ്ടുപേർക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. വലിയ സന്തോഷമാണ് നിങ്ങളെ കാണുമ്പോൾ. നിങ്ങളെക്കുറിച്ച് അറിയുന്നത് തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട്. അപ്പോൾ എന്തുകൊണ്ടൊരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞല്ല എന്ന് ചോദിച്ചാൽ അതൊരു കുറവ് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ തിരൂരിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അപ്രതീക്ഷിതമായി രാത്രി എത്തേണ്ടി വന്നു. അങ്ങനെ അവിടെ ഒരു SI ആയിട്ട് സംസാരിക്കുമ്പോൾ തലശ്ശേരിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത് അഡ്വക്കേറ്റ് രാജേന്ദ്രനെ അറിയുമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാതൃഭൂമിയിൽ എൻ്റെ കരളിൻ്റെ കഷ്ണം എന്ന് പറഞ്ഞു റൈറ്റപ്പ് വന്നിരുന്നു. അതാണ് രാജേന്ദ്രൻ. അന്നാണ് നിങ്ങളെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയത്. ഇന്ന് നിങ്ങളുടെ അടുത്ത് എത്തുന്നു. രാജേന്ദ്രൻ എവിടെയാണ് ജനിച്ചത്? ഞാൻ എൻ്റെ സ്വന്തം വീട് ഇരിട്ടിയിലാണ്. എവിടെയാണ്? ഇരിട്ടി ടൗണിൽ തന്നെയാണ്. അച്ഛൻ ഇരിട്ടിയിൽ ഒരു ബിസിനസ്സുകാരനാണ്. എന്താണ് അച്ഛൻ്റെ പേര്? കുഞ്ഞിരാമൻ. അമ്മ പത്മിനി. മക്കൾ എത്ര പേരായിരുന്നു നിങ്ങൾ? ഞങ്ങൾ 4 പേര്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ ഏട്ടൻ ദിനേശ് ബാബു, അദ്ദേഹം ഇരിട്ടിയിൽ ബിസിനസ്സാണ്. പിന്നെ എൻ്റെ ഒരു മൂത്ത ചേച്ചി വാസന്തി എന്നാണ് പേര്. അവർ ഫാമിലി കണ്ണൂരാണ് താമസം, മുഴപ്പാല. പിന്നെയുള്ളത് എൻ്റെ വേറൊരു ചേച്ചി, അവരിപ്പോഴില്ല, കഴിഞ്ഞ കൊറോണയ്ക്ക് പെട്ടെന്ന് മരിച്ചുപോയി. അവരുടെ പേര് ഉഷ. അവരും ഇരിട്ടിയിലാണ്. അവരുടെ ഹസ്ബൻഡും ഫാമിലിയെല്ലായിട്ട് താമസം ഇരിട്ടിയിലാണ്. ഏറ്റവും ഇളയതാണ് ഞാൻ, രാജേന്ദ്രൻ. അതെ. മറ്റു 3 പേരും പ്രൊഫഷൻ എന്തൊക്കെയായിരുന്നു? ഇല്ല, അവരെല്ലാം ബിസിനസ് രംഗത്താണ്. എന്താണ്? സന്മ എവിടെയാണ് ജനിച്ചത്? എൻ്റെ സ്വന്തം സ്ഥലമാണിത്. അച്ഛനും അമ്മ? അച്ഛൻ അധ്യാപകനായിരുന്നു. എന്താ പേര്? രാമചന്ദ്രൻ. അമ്മ പിന്നെ വീട്ടമ്മ, ഹൗസ് വൈഫ്. എന്താണ് പേര്? പ്രേമകുമാരി. സഹോദരങ്ങൾ? ഒരു സിസ്റ്റർ ഉള്ളത്, അവര് സീമ, AUS ഓഫീസിൽ. കാരണം നമ്മുടെ ഏറ്റവും അടിത്തറ നമ്മുടെ കുടുംബമാണ്. അതാണല്ലോ നമ്മുടെ സർവകലാശാല. ആദ്യം അതിൽ നിന്നല്ലേ നമുക്ക് തുടങ്ങാൻ പറ്റൂ. എവിടെയാണ് രാജേന്ദ്രന്റെ വിദ്യാഭ്യാസവും ഒക്കെ? എവിടെയായിരുന്നു? ഞാൻ ഇരിട്ടിയിലായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസവും. സ്കൂള്? ഇരിട്ടി ഹൈസ്കൂൾ. സർക്കാർ വിദ്യാലയത്തിലാണ് പഠനം. അതെ. ഡിഗ്രി? പിന്നീട് ഡിഗ്രി പ്രീ ഡിഗ്രി നിർമ്മലി കോളേജ്. അവിടെ 5 വർഷം പഠിച്ചു. അതിനുശേഷം പിന്നെ LLB ഉടുപ്പിയിലായിരുന്നു. ഈ മലബാറിൽ നിന്ന് കൂടുതൽ ആളുകൾ ഉടുപ്പിയിലേക്കാണ്. ഉടുപ്പിയിലാണ്. നമ്മുടെ ജസ്റ്റിസ് ജ്യോതിന്ദ്രനാഥിന്റെ അദ്ദേഹവും അവിടെയാണ്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു? അല്ലല്ല, സീനിയർ. മാഡം എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാനിവിടെ പ്രൈമറി വിദ്യാഭ്യാസം ഇവിടെ നടത്തി. അതിനുശേഷം കുത്തൂർമ ഗവൺമെൻറ് ഹൈസ്കൂള്, അതുപോലെ തന്നെ മമ്പറം ഹയർ സെക്കൻഡറി. B.Ed
TTC പിന്നെ TTC ആണ്, B.Ed ആണ്, M.Ed ആണ്. എവിടെന്നാ ഇതെല്ലാം ചെയ്തത്? TTC ചെയ്തത് ഡയറ്റ് പാലയാട്, ഡിഗ്രി മാത്സ് നിർമ്മല കോളേജ്. അതിനുശേഷം സ്കൂളിൽ ചേർന്നു. സ്കൂളിൽ ചേർന്ന ശേഷം B.Ed, ശേഷം M.Ed എടുത്തു. ഈ രാജേന്ദ്രൻ, ഈ കോളേജ് സ്കൂൾ വിദ്യാഭ്യാസ കാലമൊക്കെ എങ്ങനെയാണ് ഓർമ്മയിൽ? ആ കാലഘട്ടം എങ്ങനെയായിരുന്നു? ഓർമ്മയിൽ കൂടുതലും നിൽക്കുന്നത് നിർമ്മല കോളേജിൽ 5 വർഷത്തെ വിദ്യാഭ്യാസമാണ്. ആ കാലഘട്ടം എങ്ങനെയായിരുന്നു? ആരൊക്കെയാണ് സഹപാഠികളായിട്ടുണ്ടായിരുന്നത്? അന്ന് ഞാനൊരു തികഞ്ഞ SFI-കാരനും പ്രവർത്തകനൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലേ? ഇടതുപക്ഷമല്ലേ? ഇടതുപക്ഷമാണ്, പക്ഷേ ഫുൾ ടൈം രാഷ്ട്രീയമില്ല. SFI-യുടെ കാലഘട്ടത്തിലുണ്ട്. സുരേന്ദ്രല്ല, KV സുധീഷ് എന്റെ സുഹൃത്തായിരുന്നു. സുധീഷും ഞാനും ഒന്നിച്ച് പഠിച്ചതും. സുധീഷിൻ്റെ വീട്ടിലെ നിത്യസന്ദർശകനാണ്. സുധീഷിന്റെ മരണം വല്ലാതെ എഫക്ട് ചെയ്തു. സുധീഷിന്റെ മരണം എന്നെ, സുധീഷിന്റെ ബോഡി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വരുമ്പോൾ അവിടെ പുലർച്ചെ ഓടിയെത്തിയ ഒരാളാണ്. ഞാനും അവിടെ എത്തി. Y അനിൽകുമാറാണ് SP. അതെ അതെ, അനിൽകുമാർ വരുമ്പോൾ ഞാനും ഉണ്ട് അവിടെ. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു അദ്ദേഹം. സുധീഷിന്റെ പിന്നെ അതുപോലെ ആ ഒരു ബാച്ച് നമ്മളന്ന് ഒരുപാട്. ആ കാലഘട്ടത്തിൽ വേറെ ആരാണ് ഇന്ന് പൊളിറ്റിക്സിൽ സജീവമായിട്ടുള്ളത്? സുധീഷിന്റെ ഇല്ല, ഇപ്പോഴും പൊളിറ്റിക്സിൽ അന്ന് പിന്നെ അന്നുള്ള ആരും ആക്റ്റീവ് പൊളിറ്റിക്സ് ഇല്ല. എല്ലാവരും ഓരോ സഹപാഠികളൊക്കെ ഏതൊക്കെ മേഖലയിലേക്കാണ് പോയത്? അവര് അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ ചിലർ വിദേശത്ത് പോയിട്ടുണ്ട്, പിന്നെ ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. ആ കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ എങ്ങനെയാണ്? നല്ല സമ്പന്നമായിരുന്നോ? എങ്ങനെയാണ് ജീവിതം? അല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ട് അങ്ങനെ സ്കൂളിൽ കഴിഞ്ഞു പോയതാണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഓർമ്മകൾ, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ? അങ്ങനെ പറയാൻ സ്കൂൾ വിദ്യാഭ്യാസം എനിക്ക് അങ്ങനെ ഒരു എണ്ണി പറയത്തക്ക ഇല്ല, കടന്നുപോയി. എങ്ങനെയാണ് സന്മാൻ ഈ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അന്നുള്ള സൗഹൃദങ്ങൾ എങ്ങനെ? അതൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അന്നത്തെ അധ്യാപകരുടെ ഒരു ലോകം എന്തായിരുന്നു? വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ സ്കൂള് കുഴപ്പമില്ല. ഹൈസ്കൂള് എൻ്റെ അച്ഛനും കൂടിയുള്ള സ്കൂളായിരുന്നു, കുത്തൂർബ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി. അപ്പോൾ ആ സമയത്ത് ഞാൻ 9th പാസ്സായ സമയത്താണ് അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം. അതിനുശേഷം ഞാൻ മമ്പറം ഹയർ സെക്കൻഡറി 14 വയസ്സിൽ അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലല്ല, വീട്ടിൽ ഉള്ള സമയത്ത് രാത്രി. അപ്പോൾ അതിനുശേഷം പിന്നെ മമ്പറം ഹയർ സെക്കൻഡറിയിലേക്ക്. അമ്മയാണ്. ഇല്ല. എങ്ങനെയാണ് വീട്ടിലെ സംവിധാനങ്ങളൊക്കെ നടന്നിരുന്നത്? വീട്ടില് ഫാമിലി പെൻഷൻ തന്നെ കാര്യമായിട്ട്. പിന്നെ ഇളയച്ചന്മാര്, അച്ഛൻ്റെ അനിയന്മാര്, നല്ല ദൃഢമായ ബന്ധം ഇപ്പോഴും. അധ്യാപിക TTC കഴിഞ്ഞു. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. TTC കഴിച്ചപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു. നിങ്ങൾ കണ്ടുമുട്ടുന്നത് എങ്ങനെയല്ല, ഞാൻ പിന്നെ പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ നിരന്തരം ഇരിട്ടിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്. ഇരിട്ടിന്ന് ബസ്സിൽ. നിങ്ങൾ എന്തുകൊണ്ടാണ് മട്ടന്നൂരും കൂത്തുപറമ്പും തിരഞ്ഞെടുക്കുക, തലശ്ശേരി തിരഞ്ഞെടുത്തത്? എനിക്കൊരു പിന്നെ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഒരു കോടതി പ്രാക്ടീസ് ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. ഞാൻ സിവിൽ ലോയറായ KT രാഘവൻ നമ്പ്യാർ കൂടിയാണ്, വളരെ സീനിയർ സിവിൽ ലോയറാണ്. അദ്ദേഹത്തിൻ്റെ കൂടിയാണ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്കത് സിവിലിലാണ് കുറേ താല്പര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിരന്തരം ഇരിട്ടിയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് വരും. ഇവരെൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ് ഇവരുടെ അച്ഛൻ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇവരെ കാണും. കണ്ടപ്പോൾ എൻ്റെ വീട്ടിൽ ബസ്സിൽ നിന്ന് കാണും, പിന്നെ കുടുംബത്തിലുള്ള ഓരോ മാരേജിൽ കാണും. വീട്ടിൽ കല്യാണാലോചന പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അല്ല, അപ്പം അതിനു മുമ്പ് ഈ ഇങ്ങനെ കാണുമ്പോഴുള്ള ഒരു ഇഷ്ടം തോന്നുന്നു, ഒരു പ്രണയം തോന്നുന്നു? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് കല്യാണത്തിനെ പറ്റി പറഞ്ഞപ്പോൾ കൊള്ളാം, ഇങ്ങനെ ഒരു കുട്ടിയുണ്ടല്ലോ എന്നൊരു കുട്ടി. അതെ, അങ്ങനെ ഒരു പേര് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവൂലേ? എൻ്റെ അച്ഛനൊരു മലയാള അധ്യാപകരായിരുന്നു. എന്താണ് സന്മയുടെ അർത്ഥം? എന്താ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത്? നല്ല മനസ്സുള്ളവർ, നല്ല നന്മ, നന്മ അല്ലേ? ഇദ്ദേഹത്തിന്റെ പ്രപ്പോസൽ വന്നപ്പോൾ എന്ത് തോന്നി? അധ്യാപകർ സാധാരണ അധ്യാപകരെ തന്നെ കല്യാണം കഴിക്കും. നമ്മുടെ ഫാമിലിയിലെല്ലാം അങ്ങനെയാണ്. പക്ഷെ നമ്മള് പ്രപ്പോസൽ ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടപ്പോൾ പിന്നെ മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നി. കുടുംബം നമ്മുടെ ഫാമിലി എല്ലാവർക്കും അറിയാം, അപ്പം കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഫാമിലി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. പക്ഷെ അതിലേറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അന്ന് ഈ ജാതകം നോക്കുമല്ലോ നമ്മൾ. വില്ലനായി. എന്നിട്ട് ജാതകം നോക്കുമ്പോൾ അത് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ പറഞ്ഞ് അത് ചേരില്ല എന്ന് പറഞ്ഞു. ചേരില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് രണ്ടുപേർക്കും ഒരു മനസ്സിനൊരു വിഷമമുണ്ടായി. എങ്ങനെ മറികടന്നു അതിനെ? ഞാൻ ഇവരുടെ ഒരു ഇളയച്ചനുണ്ടായിരുന്നു, എൻ്റെ ഒരു നല്ല പരിചയം.
അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി അത് നോക്കാം. ഇവൾ ജാതകം എഴുതിയത് പയ്യന്നൂരാണ്. പയ്യന്നൂരാണല്ലോ പ്രധാനമായിട്ടും അല്ലേ? അതെ. പൊതുവാളൊക്കെ. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി ജാതകം പരിശോധിച്ചു. അപ്പോൾ പയ്യന്നൂർ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നല്ല ജാതകമാണെന്ന് പറയാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞു കേട്ടിപ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് പ്രൊസീഡ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളെല്ലാവരും എത്തി. അങ്ങനെ പ്രൊസീഡ് ചെയ്തു. ഏത് ഇയറിലാണ് മാരേജ് നടക്കുന്നത്? 1995. ഏത് മാസം? മാർച്ച് 26. വിവാഹം കഴിഞ്ഞു. അന്ന് ചിലപ്പോൾ ജാതകം ശരിയല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ലിവർ കിട്ടണമെന്നില്ല. ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല. നമുക്ക് രാജേന്ദ്രനിലൂടെ ഒന്ന് സഞ്ചരിക്കാം. രാജേന്ദ്രൻ വിവാഹം കഴിഞ്ഞു, പിന്നെ സജീവമായിട്ട് ജോലിയിലേക്ക് തലശ്ശേരി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. ടീച്ചർക്ക് അന്നേരം ജോലി കിട്ടിയിരുന്നോ? ഇല്ല, ഞാൻ വിദ്യാർത്ഥിയാണ്. ഏതാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ BSc കഴിഞ്ഞു. TTC +2 പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു. 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് പഠനം തുടങ്ങുന്നത്. അപ്പോൾ നിർമ്മലഗിരി കോളേജിൽ BSc മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞിട്ടാണ് പഠിച്ചത്. കല്യാണം കഴിഞ്ഞ് പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ ഇവൾക്ക് തലശ്ശേരിയിലൊരു സ്കൂൾ ഒഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അപ്പോയിൻമെന്റ് എടുത്തു. ഏതായിരുന്നു സ്കൂൾ? ബേസിക് സ്കൂൾ. അത് അവിടെ പോയി അത് അറേഞ്ച് ചെയ്തു. അങ്ങനെ TTC കഴിഞ്ഞ പാടാണോ BEd കഴിഞ്ഞിട്ടാണോ ഉയർന്നത്? TTC കഴിഞ്ഞു. പിന്നെ BEd എടുക്കുകയായിരുന്നു. BEd ഒക്കെ അതിനുശേഷം എടുക്കുകയായിരുന്നു. എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു സ്റ്റുഡിയസ് ആണ് പഠിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ എന്നോട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞവരും പറഞ്ഞു എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ BSc കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ടീച്ചറായതിനു ശേഷവും പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ BEd ചെയ്തു. പിന്നീട് MEd ചെയ്യണമെന്ന് പറഞ്ഞു, അതും ചെയ്തു. ഇനിയിപ്പോൾ PhD ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് ഉള്ളത്. നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് കുട്ടികൾ എന്ന ഒരു പ്ലാനിങ്ങിലേക്ക് വന്നായിരുന്നു. പ്ലാനിങ് നമ്മളങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല. പക്ഷെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ ഡിലേ ആകുന്നപ്പോൾ ട്രീറ്റ്മെൻറ്റുമായി മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്തു. അതെനിക്ക് തോന്നുന്നത് ഏകദേശം 96 മുതൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അന്നിങ്ങനെ നാട്ടിൽ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു. പിന്നീട് മംഗലാപുരം, മണിപ്പാൽ, ഇങ്ങനെ പല ഹോസ്പിറ്റലുകളും മാറി 2001 വരെ തുടർച്ചയായ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് ആയുർവേദമായിട്ടും അലോപ്പതിയായിട്ടും ഒക്കെ ട്രീറ്റ്മെൻറ്റ്. ദൈവം കഴിഞ്ഞില്ല. ഇല്ല. എപ്പോഴാണ് ഈ കരള് നിങ്ങളെ അപകടത്തിലാക്കുന്നു എന്ന സൂചന നിങ്ങൾക്ക് കിട്ടുന്നത്? അത് 2001 ഏപ്രിൽ മാസമാണ്. എങ്ങനെയാണ് ആ സൂചന ഫസ്റ്റ് വരുന്നത്? എനിക്ക് പിന്നെ ഞാൻ ഈ ഓഫീസിലേക്കൊക്കെ പോകുമ്പോഴും കുറച്ച് ടയേർഡായിരിക്കും. ഓഫീസിലെത്തുമ്പോഴേക്കും ഒന്ന് ടയേർഡായിരിക്കും. അപ്പോൾ എത്ര വയസ്സുണ്ടാവും? 30 അല്ല 32 32 വയസ്സിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ ചെറിയ ക്ഷീണങ്ങളാണ് പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ അത് ആദ്യം അത്ര കെയർ ചെയ്തില്ല. പിന്നീട് എനിക്ക് ചെറിയൊരു പനി വന്നപ്പോൾ ഒരു വീക്ക്നെസ്, ബോഡി വീക്ക്നെസ്, നമുക്കൊന്ന് തളർന്നു പോകുന്നു. ഇല്ല. ഒരിക്കൽ പോലും എന്ന് പറഞ്ഞാൽ പഠിക്കുമ്പോഴൊക്കെ കൂട്ടുകൂടുമ്പോൾ ടേസ്റ്റ് നോക്കിയെന്നല്ലാതെ ടോട്ടലി ഐ എം നോട്ട് എ ആൽക്കഹോളിനോട് താല്പര്യമില്ല. പുകവലിയോ അങ്ങനെ ഇല്ല. അതൊക്കെ ഈ ഫ്രണ്ട്സുമായിട്ടിരിക്കുമ്പോൾ ഭക്ഷണത്തോടുള്ള ഭക്ഷണ രീതികൾ കൂടുതലും നോൺ വെജ് അല്ല വെജാണ്. അതൊന്നും എനിക്കൊരു കുറ്റം പറയാനൊന്നുമില്ല. വളരെ കൃത്യമാണ് ജീവിതം. കൃത്യസമയത്ത് എഴുന്നേക്കും. വ്യായാമമുണ്ട്. വ്യായാമം അധികമില്ല. പക്ഷേ ഞാൻ ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും. വീട്ടിലെ അച്ഛനൊരു ഓയിൽ മില്ലാണ്. അപ്പോൾ ആ മില്ലിൽ ഫുൾ ടൈം വർക്ക് ചെയ്യലാണ് എൻ്റെ പണി. അല്ലാത്ത അല്ല, പഠിച്ചു കഴിയുന്നതിന് മുന്നേ പിന്നെ ഞാൻ SSLC കഴിഞ്ഞ ഉടനെ അച്ഛൻ്റെ കൂടെ ഓയിൽ മില്ല്. അപ്പോൾ നമ്മളെല്ലാം കൊപ്ര അതും ഇതെല്ലാം എടുത്ത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വർക്കും ചെയ്യും. ഈ ക്ഷീണം, ഈ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ക്ഷീണം എങ്ങനെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞോ? അത് ആദ്യം അങ്ങനെ പറയത്തക്ക ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇത്രയും ദൂരം ഇരിട്ടി ടു തലശ്ശേരി അന്നത്തെ യാത്ര അവിടെയാണ്. ഇരിട്ടി ടു തലശ്ശേരിയുള്ള ഇത്രയും അതെ ആ യാത്രയിലുള്ള ക്ഷീണമാണെന്ന് എൻ്റെ ധാരണ. പിന്നെ ഒരു പനി വന്നപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഇരിട്ടിയിലുള്ള.
അപ്പോൾ ഡോക്ടർ പനി നോക്കുമ്പോൾ എൻ്റെ കണ്ണ് നോക്കിയിട്ട് പറഞ്ഞു സാധാരണ ചെറിയൊരു മഞ്ഞ MBBS കളറുണ്ട്. ഡോക്ടറെയാണോ കാണിക്കുന്നത്, സ്പെഷ്യലൈസ് ചെയ്ത് MD ആണോ? എൻ്റെ ഒരു നമ്മുടെ ഒരു ഫാമിലി ഡോക്ടർ എന്ന് പറയാം, ഡോക്ടർ രമ ഇരട്ടിയിൽ. അവരോട് ഞാനിങ്ങനെ കൺസൾട്ട് ചെയ്തപ്പം അവർ പറഞ്ഞു അതിൻ്റെ കണ്ണിനൊരു മഞ്ഞ കളർ കാണുന്നുണ്ട്, വൈറൽ ജോണ്ടിസ് അല്ലാന്ന് തോന്നുന്നു, അത് ചിലപ്പോൾ ഒരു ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. അവർ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്തു. അത് സാധാരണ ഒരു MBBS അതെ. അപ്പോൾ അവർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ചിലപ്പോൾ ഇതാണ്, നീ ഒന്ന് കണ്ണൂരോ മറ്റോ പോയി ഒരു ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പഠിച്ചത് ഉടുപ്പി മണിപ്പാലായതുകൊണ്ട് എനിക്ക് മണിപ്പാൽ ഹോസ്പിറ്റലിനെ പറ്റി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കണ്ണൂർ പോകുന്നില്ല, ഞാൻ നേരെ മണിപ്പാലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ മണിപ്പാൽ. അപ്പോൾ വീട്ടിൽ വന്ന് ഇത് ഷെയർ ചെയ്തു? വീട്ടിൽ വന്ന് പറഞ്ഞു, അച്ഛനോടൊക്കെ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെയുണ്ട്. അച്ഛൻ പറഞ്ഞു സാധാരണ മഞ്ഞപ്പിത്തമാണെങ്കിൽ നമുക്കിവിടെ ഒറ്റമൂലിയൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യാം. ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്കൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ മണിപ്പാലിൽ പോകുന്നത്. മണിപ്പാലിൽ പോയൊരു ഇൻവെസ്റ്റിഗേഷൻ ഒരാഴ്ച അവിടെ കിടന്നു. അപ്പോൾ അവരിതെല്ലാം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ലിവർ സിറോട്ടിക്കാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ മഞ്ഞപ്പിത്തം വരുന്നത്. ഈ ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ കൂടെ ആരാളുള്ളത്? ആരുമില്ല, ഞാനും എൻ്റെ മരുമനുണ്ടായിരുന്നു. അന്ന് പറഞ്ഞപ്പോഴെന്താന്ന് പറഞ്ഞാൽ പിന്നെ ഈ അസുഖത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ലല്ലോ, ഇതെന്ത് കാരണം കൊണ്ടാണ് ഇത് വന്നതെന്നൊക്കെ നോക്കുമ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ലിവർ സിറോസിസ് എന്ന് പറയും, നമ്മളെ ഓട്ടോ ഇമ്മ്യൂൺ ലിവർ സിറോസിസ് ആവാം, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അത് എനിക്കതിന് ഒരു മാറ്റമൊന്നും കണ്ടില്ല. എത്ര നാളെ മരുന്ന് കഴിച്ചു? പിന്നെ ഒരു 2-3 വിസിറ്റ് പോയിട്ടുണ്ടാവില്ല, ഒരു 4-5 മാസം മരുന്ന് കഴിച്ചു. അവിടെ 5 ദിവസം അവിടെ കിടന്ന് ബോധ്യപ്പെട്ടു, വീട്ടിലേക്ക് വന്നു. എന്നിട്ട് സന്മയോട് പങ്കുവെച്ചോ ഇതാണ് അസുഖം എന്ന് പറഞ്ഞപ്പോ എന്താണ് പ്രതികരണം? എന്താണ് അന്നേരം അതിന്റെ ഗൗരവം അറിയോ? അറിയില്ല. 1.5 പതിറ്റാണ്ട് പോലും ധാരണയില്ല. ഇല്ല. എന്താണ് ഈ ലിവർ സിറോസിസ്, അതിനെന്താണ് ട്രീറ്റ്മെന്റ് എന്നുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ മണിപ്പാലിൽ പിന്നെയും ഞാൻ പോയപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഒരു ബയോപ്സി ചെയ്താൽ ഇതിൻ്റെ റീസൺ മനസ്സിലാവും. അല്ല ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ എന്നോട് പറഞ്ഞു ബയോപ്സി ചെയ്യാം, അപ്പോഴിതിൻ്റെ റീസൺ ചിലപ്പോൾ കണ്ടെത്താൻ പറ്റും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ എനിക്കന്ന് ഈ PT നോർമലായിരുന്നില്ല, അതായത് ബ്ലഡ് ക്ലോട്ടിങ് ടൈം നോർമലായിരുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ബയോപ്സി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഡയറക്റ്റ് ബയോപ്സി ചെയ്യുമ്പോൾ ഇന്നർ ബ്ലീഡിങ് ഉണ്ടാവും. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞു. പിന്നെ അവർ സജസ്റ്റ് ചെയ്തത് ഒരു ട്രാൻജുഗുലർ ബയോപ്സി എന്ന് പറഞ്ഞൊരു ബയോപ്സിയാണ്. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കഴുത്തിൻ്റെ ഇവിടെയുള്ള നെർവിൽ നീഡിൽ ഇറക്കിയിട്ട് അത് ലിവറിലേക്ക് പോയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിനുള്ള സംവിധാനം മണിപ്പാലില്ല. അപ്പോൾ അത് ഉള്ള സംവിധാനം തേടിയിട്ട് ഞാൻ വെല്ലൂർ പോയി, വെല്ലൂർ മെഡിക്കൽ കോളേജ്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഇവിടെ മാമനുണ്ടായിരുന്നു അന്ന് ചെന്നൈയിൽ, മാമൻ്റെ സഹായത്താൽ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പോയി. അങ്ങനെ വെല്ലൂർ മെഡിക്കൽ കോളേജ് വെച്ച് ട്രാൻജുഗുലർ ബയോപ്സി ചെയ്തിട്ടും അവർ പറയുന്നത് ആക്ച്വൽ റീസൺ കണ്ടെത്താൻ പറ്റുന്നില്ല, മേ ബി ജെനറ്റിക്കൽ, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ മെഡിസിൻ ഇൻഡ്യൂസ്ഡ് ആണെന്നുള്ളത് അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല, അത് അവർക്കും കണ്ടെത്താൻ പറ്റുന്നില്ല അതുകൊണ്ടാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഏതായാലും ആ ബയോപ്സി കഴിഞ്ഞ ശേഷം പിന്നെ അവരുടെ ഒരു മെഡിക്കൽ ഒപ്പീനിയൻ എന്താണെന്ന് പറഞ്ഞാൽ ഓൺലി റെമഡി ഈസ് ടു ട്രാൻസ്പ്ലാന്റ് ദ ലിവർ. അവിടുന്ന് വെല്ലൂരിൽ പറഞ്ഞു ദർ ഇസ് നോ സ്കോപ്പ് ഫോർ ട്രാൻസ്പ്ലാന്റിങ് ലിവർ ഇൻ ഇന്ത്യ അന്ന് 2001. അപ്പോൾ അന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഇന്ത്യയിൽ സാഹചര്യമില്ല, അന്ന് സിംഗപ്പൂരിലും ലണ്ടനിലൊക്കെ ഉള്ളൂ 2001. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് നാരായണൻ നമ്പ്യാർ സിംഗപ്പൂരിൽ വെച്ചോ ലണ്ടനിൽ വെച്ചോ എന്നറിയില്ല ട്രാൻസ്പ്ലാന്റ് ചെയ്തു, പക്ഷേ സക്സസ് ആയില്ല, മരിച്ചു അദ്ദേഹം. ആ ഒരു സ്റ്റോറി എനിക്കറിയാം. പിന്നെ നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ വിദേശത്ത് പോയി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്നോട് വലിയൊരുന്ന് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, കുറേ കാലം കഴിഞ്ഞിട്ടേ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടു, ഇപ്പോഴത്തിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജാണ്, പക്ഷേ റിക്കവറി ചെയ്യാൻ മെഡിസിൻ ഇല്ല. അങ്ങനെ പിന്നെ 2001 മുതൽ 2008 വരെ കോഴിക്കോട് PVS ഹോസ്പിറ്റൽ ഡോക്ടർ ഗോകുൽ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു 2008 വരെ. സൽമാ, ഈ ലിവർ കരൾ ഡാമേജ് ആണ് എന്ന വിവരം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായി. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമേ ആവുന്നുള്ളൂ അല്ലേ? എന്താണ് അന്നേരം ഉണ്ടായ ഒരു മാനസിക വ്യവഹാരം? നിങ്ങൾ അധ്യാപികയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ഇദ്ദേഹം വക്കീലാണ്, നല്ല ബോധമുള്ള
നല്ല ചിന്തിക്കാൻ പ്രാപ്തിയുള്ള 2 പേരാണ്. അപ്പം ഇപ്പം പ്രാക്ടിക്കൽ ലൈഫിൻ്റെ കാലഘട്ടം തുടങ്ങിയിട്ടുണ്ട് അന്നേരം ഇല്ലേ? പഴയ കാലമല്ല, എന്തും സഹിച്ച് നിൽക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധം നിൽക്കുന്ന പഴയ കാലഘട്ടമല്ല. 2001 എന്നൊക്കെ പറയുന്ന ആൾ മാറിയിട്ടുണ്ട്. ചിന്തിച്ച് തീരുമാനം എടുക്കും. റിസ്ക് എടുക്കാൻ ആളുകൾ തയ്യാറല്ല. ഭാര്യയും ഭർത്താവല്ല, അച്ഛനും മക്കളും തമ്മിലൊന്നും അങ്ങനെ റിസ്ക് എടുക്കും. എന്തു തോന്നി സന്മക്ക്? ഇതിനെന്താന്ന് റെമഡി എന്നുള്ളതാണ് ആദ്യം. നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുമിച്ചാണ് എല്ലാവരുടെയും പോവാറ്. ഡോക്ടർ പറയുന്നത് ഞാനടക്കം കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ വെല്ലൂരെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയി ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണുക, എന്നിട്ട് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് നടത്തണം. ട്രാൻസ്പ്ലാന്റിലും പിന്നെയും കുറേ കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തും. ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനേക്കാൾ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ട്രാൻസ്പ്ലാന്റ് നമ്മൾ ഓപ്ഷൻ വിഷയം പറഞ്ഞു, അച്ഛനും അമ്മയോട് എന്താണ് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ, എന്താണ് മോളെ ഭാവി അപകടത്തിലേക്കാണ് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായോ? അവർ സ്വകാര്യമായിട്ടെങ്കിലും അത് പങ്കുവെച്ചു? ഇല്ല, അതിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് അമ്മ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അമ്മ അപ്പൊ നല്ല ദൃഢമായ ഒരു കുടുംബ ബന്ധമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇത് കുറേ കൂടെ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2007 അങ്ങനെ ഇപ്പം ബ്ലഡ് വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ബ്ലഡ് വോമിറ്റ് ചെയ്ത് എപ്പോഴാണ് ഓർമ്മയുണ്ടോ? അതെ, പിന്നെ ഞങ്ങൾ അന്ന് മണിപ്പാലിൽ എന്തോ ഒരു ആവശ്യത്തിന് പോയിരുന്നില്ല, മംഗലാപുരത്ത് പോയിരുന്നു. അത് ഇവൾക്ക് എൻഡോമെട്രിയോസിസ് ഉള്ളത് കൊണ്ട് അതിനൊരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു നമ്മളന്ന് മംഗലാപുരത്ത് പോയി തിരിച്ചു വന്ന് രാത്രി ഇവിടെ എത്തി. ഇവിടെ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ വീട് എടുക്കുന്നതിന് മുന്നേ പഴയ തറവാട് വീട് ഉണ്ടായിരുന്നു. അതിൽ ഈ മംഗലാപുരത്തൊക്കെ പോയി വരുമ്പോ ഞാൻ ഇവിടെ വരും. ഇവിടെ താമസിച്ച് പിറ്റേ നീലപ്പിരിട്ടിലേക്ക് പോകും. അമ്മ മാത്രമേ ഉള്ളൂ. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മ മാത്രമേ. അപ്പൊ അങ്ങനെ ഇവിടെ വന്നപ്പോൾ രാത്രി പെട്ടെന്ന് വോമിറ്റ് ചെയ്യാൻ തോന്നി. കിടന്ന് കുറെ കഴിഞ്ഞപ്പോൾ അല്ലല്ല, എനിക്ക് വയറ്റിലൊരു അസ്വസ്ഥത തോന്നി. ഞാൻ അവിടെ എഴുന്നേറ്റപ്പോൾ ഛർദ്ദിക്കണം തോന്നിയപ്പോൾ ഞാൻ നേരെ വാഷ് ബേസിൻ്റെ പോയി ഛർദ്ദിച്ചപ്പോൾ ഫുള്ള് ബ്ലഡ്. വൈഫും അമ്മയെല്ലാം ബേജാറായി, അല്ലാണ്ട് ഇതായി. അപ്പോൾ എനിക്കന്ന് രാത്രി ഒരു 2 മണി 1:30-2 മണി ആയി കാണും. എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് ഒരു ഇതില്ല. പക്ഷേ എന്നാലും ഞാൻ അന്നൊക്കെ ഒരു ധൈര്യം കിട്ടി. ഞാൻ ഉടനെ നമ്മളെ കൂത്തുപറമ്പുള്ള KV പവിത്രനെ ടിക്കറ്റ് പവിത്രേട്ടനെ വിളിച്ചു. പവിത്രേട്ടനെ ഒരു വണ്ടി അയച്ചു തന്നു. അല്ലേ ഉണ്ണി, നമ്മൾ ജഡ്ജായ ഉണ്ണി അല്ല, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഇപ്പോൾ സബ് ജഡ്ജായി ഉണ്ണിയെ വിളിച്ചു. ഉണ്ണി വന്നു. ഉണ്ണി വണ്ടി വന്നു. നമ്മൾ പോയി കൂത്തുപറമ്പ് പോയി അല്ലേ, കൂത്തുപറമ്പ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി ഡോക്ടറെ കണ്ട് സംസാരിച്ചു. പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, വേറെ എവിടെയെങ്കിലും ഇത് ആദ്യത്തെ പേപ്പേഴ്സൊക്കെ കാണിച്ചു ലിവർ സിറോസിസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട്. പിന്നെ സാധാരണ കാണിക്കുന്നത് കോഴിക്കോട് ഡോക്ടറെയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ പോകാന്നുള്ള തീരുമാനത്തിൽ പിറ്റേന്ന് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു. ഈ ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇവൻ വെള്ളമടിച്ച് വന്നതാണെന്നുള്ള ധാരണ എന്നോട് കുറേ പേര് ചോദിക്കാം. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്? എന്താണ് ജനങ്ങളുടെ ഒരു മനോഭാവം തന്നെ? ഒരു കള്ളുടിയനെയാണോ ഭർത്താവായിട്ട്? ചോദിച്ചിട്ടില്ലേ ഒരു കുടിയനാണോ? കള്ളുടിക്കലുണ്ടോ? കള്ളുടിക്കുന്നവനാണ് ഇത് വരുന്നത്. അതെ അതെ അതെ, അത് ചോദിക്കാറുണ്ട്. അതിനെല്ലാം നമ്മൾ മറികടന്നു. പ്രേക്ഷകരെ, ഇത് ഇപ്പം വളരെ കൂളായിട്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ബ്ലഡ് വോമിറ്റ് ചെയ്തത് കിടപ്പുമുറിയിൽ ജീവിത പങ്കാളിയോടൊപ്പം കിടക്കുമ്പോൾ ചുമക്കാൻ തോന്നുക, നേരെ ബാത്റൂമിലേക്ക് പോവുക, വാഷ് ബേസിനിൽ വോമിറ്റ് ചെയ്യുമ്പോൾ മുഴുവൻ ബ്ലഡ് ഇങ്ങനെ വരിക. ആ രംഗം ഒന്ന് ആലോചിച്ചു. തകർന്നു പോകും മനുഷ്യൻ. ഒരു സാധാരണക്കാരന് പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ്റെയും സന്മയുടെയും ആ ചികിത്സാ കാലഘട്ടം, ഇത് ഒരു ആദ്യഘട്ടം മാത്രമാണ് കിടപ്പുമുറിയിലെ വൊമിറ്റിംഗ് ടെൻഡൻസി തുടങ്ങുന്നത്. രാജേന്ദ്രൻ, എന്നിട്ട് അവിടെ പോയി ക്രിസ്തുരായിലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങൾ സാധാരണ കാണിക്കുന്നത് കോഴിക്കോട് PVS ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ അവിടെ പോയി കാണിച്ചു. അവിടെ നിന്ന് ഇവർ ബാൻഡിങ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. ഈ ശരീരത്തിൽ ഈ പൊട്ടുകൾ വരുന്ന സ്ഥലത്ത് ബാൻഡ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് അത് ചെയ്തു. അത് ലിവറിന്റെ ഉള്ളിലുണ്ടായ രക്തക്കുഴലുണ്ടായ പൊട്ടാണ്. ലിവറിന്റെ ഉള്ളിൽ മാത്രമല്ല,
ഈ ആമാശയത്തിലേക്കും പോർട്ടൽ വെയിനിലും ഒക്കെ ഉണ്ടാവാം, എല്ലായിടത്തും മാറ്റം. അപ്പം അതൊക്കെ അവർ ബാൻഡ് ചെയ്ത് വിട്ടു. പിന്നെ അത് മെഡിസിൻ തുടർന്നു. അത് ഏത് വർഷമായി ശരിക്കും ഈ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ഏത് വർഷമാണ്? 2006 ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ തന്നെ അപകടം മണത്തു തുടങ്ങി. അപകടം മണത്തു കുറച്ച്. ഇപ്പോൾ ഡോക്ടറോട് ഞങ്ങളന്ന് ചോദിക്കും ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കും. എന്താ പറയാ? ഡോക്ടർ പറയും ഇപ്പോഴതിനെപ്പറ്റി ചിന്തിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ടേ പറയും. കാരണം ഡോക്ടറെയും കുറ്റം പറയാൻ പറ്റില്ല, ആ സമയത്ത് ട്രാൻസ്പ്ലാന്റേഷൻ അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മളോട് അങ്ങനെ പറയും. പിന്നെ കോലം മാറാൻ തുടങ്ങിയോ ശരീരത്തിന്റെ? ഏകദേശം 2007 ഞാൻ ഈ പഴയ തറവാട് വീട് പൊളിച്ച് ഈ വീട് പണിയാൻ തുടങ്ങി, പുതിയ വീട്. അപ്പം അന്ന് എൻ്റെ ചിന്ത എന്താണെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഏകദേശം ഒരു ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തു, ഒരു ഫ്ലോറിൻ്റെ ചുമര് കോൺക്രീറ്റ് കഴിഞ്ഞില്ലേ. ഞാനൊരു വാടക വീട്ടിലേക്ക് മാറി. അപ്പം അന്ന് രോഗം കൂടിക്കൂടി വരുന്നു. ഞാൻ ഏകദേശം ശരീരം മെലിഞ്ഞ് കോലം എന്ന് പറഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവില്ല, മെലിഞ്ഞ് വയറുന്തി, പിന്നെ ഏകദേശം ഒരു സ്കിന്നല്ലൊരു 65-70 വയസ്സൊക്കെയുള്ള, 70 വയസ്സിന്നൊരു പ്രായമല്ലെങ്കിലും പണ്ട് കാലത്ത് പ്രായമുള്ളവരുടെ അതെ. അപ്പോൾ പണ്ട് കാലത്ത് നമ്മളൊരു 70 വയസ്സുള്ള വ്യക്തിനെയൊക്കെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതേപോലെയുള്ള ഒരു ശരീരപ്രകൃതിയായിരുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് തന്നെ വല്ലാണ്ട് വിഷമം തോന്നും. ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ, കുട്ടികൾ ഉണ്ടായിട്ടില്ല, ഇദ്ദേഹം ഈ കോലത്തിലാവുന്നു, നിങ്ങളാണെങ്കിൽ ഭയങ്കര യുവത്വം, പഠിപ്പിക്കുന്ന കാലം. സത്യം എന്തായി പറഞ്ഞ മനസ്സിൽ എന്താ തോന്നിയത്? ആദ്യമായിട്ടും തോന്നിയിട്ടില്ലല്ലേ സത്യം പറഞ്ഞാൽ. എങ്ങനെയല്ല, എന്തായാലും ഇവരെ രക്ഷിച്ച് എങ്ങനെയെങ്കിലും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അത് പണ്ടേ വേറെ ഇല്ലല്ലോ, ആരും പറഞ്ഞില്ല. എന്റെ അടുത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഉപദേശിക്കില്ല ചിലർ, ജീവിതമാണ് ഒന്നേ ഉള്ളൂ, എന്റെ അടുത്ത് ആരും എന്റെ ഒരു ഭർത്താവിനെ കൊണ്ട് നീ നടക്കണ്ട പറഞ്ഞിട്ടില്ലേ? അറിയുന്നില്ല. ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പോകും, ഞാൻ എപ്പോഴും എല്ലാ അത് ചോദിക്കും, ഷുഗർ ആണോ ചോദിക്കല്, അതാണ് ചോദിക്കുക. അല്ലാതെ ഈ അസുഖം കരൾ രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും ഇതിന്റെ ഗൗരവം. 2 തവണ ഉണ്ടായിട്ടില്ല, 2 തവണ ഉണ്ടായിരുന്നു. അത് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങനെ കാര്യമായിട്ടുണ്ടായിട്ടില്ല. മെഡിസിനും ഈ ബാൻഡിങ് ഒക്കെ ചെയ്യും, ഇടയ്ക്കിടെ പോയി ചെക്ക് ചെയ്യും, എൻഡോസ്കോപ്പി ചെയ്ത് ബാൻഡ് ചെയ്യും, ഇതൊക്കെ ചെയ്യും. പിന്നെ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അല്ല, നിങ്ങൾ ഈ പോയി ഈ മെഡിസിൻ ഡോക്ടർ പറയും പിന്നെ എപ്പോഴാണ് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ എൻ്റെ ഈ വീടിൻ്റെ പണി നടക്കുമ്പോൾ തന്നെ എനിക്ക് തീരെ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താണ് വേണ്ടത്, ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അന്നും ഡോക്ടർ എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തോളൂ, ഇന്ന സ്ഥലത്ത് സൗകര്യം ഉണ്ടെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഡോക്ടർ അത് നമുക്ക് ആലോചിക്കാന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയതേ ഉള്ളൂ. പിന്നീട് അത് എനിക്ക് അറിയില്ല. അന്ന് എന്താന്ന് പറഞ്ഞാൽ ഡോക്ടർ, നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ അല്ല, അങ്ങനെയുള്ള മനസ്സായിരിക്കില്ല, നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ്, ഗ്യാസ്ട്രോ സർജനാണ് നമുക്കിത് വേണ്ടത്. ഈ കാര്യങ്ങൾ പറയാനൊക്കെ പ്രാപ്തനായിട്ടുള്ള സർജനാണ്. അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടില്ല. ഇല്ല, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതാണ് അതെ അതെ, നമ്മൾ അത് അങ്ങനെ ആയിരിക്കാന്ന് ഞാൻ ഊഹിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയണം ഒരു സർജന്റെ ഒപ്പീനിയൻ നിങ്ങൾ എടുക്കണം, ചെയ്തിട്ടില്ല എന്നുള്ളത് കുറ്റകരമായ ഒരു കാര്യമാണ്. കാരണം പറയണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല, ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റിന് സാധ്യത ഉണ്ടെങ്കിൽ പറയണം. അത് ഈ കേൾക്കുന്ന ഏതെങ്കിലും ഡോക്ടറിന്റെ അവരും ആലോചിക്കണം, പ്രേക്ഷകരും ആലോചിക്കണം. കാരണം നിങ്ങളുള്ള കാലഘട്ടത്തിൽ ഈ സാധനം കുറവാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവൻ ഈ ലോകത്തോട് വിട പറയലാണ്, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കണം, നമുക്കുള്ള സംവിധാനമുണ്ട്. അവരിങ്ങനെ ഇന്നുണ്ട്. അപ്പൊ അവരെന്നോട് പിന്നെ അതിനുശേഷം ഞാൻ തന്നെ എൻ്റെ ഒരു ബന്ധു ഇതുപോലെ ലിവർ സിറോസിസ് ആയിട്ട് പെട്ടെന്ന് മരണപ്പെട്ടു. എൻ്റെ ഒരു ബ്രദർ തന്നെ, ഡയറക്റ്റ് ബ്രദർ കൂടുതലാണോ ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നുകൂടി ഗൗരവമായി ചിന്തിക്കാനും, അന്ന് ഇൻ്റർനെറ്റ് അത്ര പ്രായോഗികമല്ല, പക്ഷേ ഏതെങ്കിലും നെറ്റ് കഫേയിലൊക്കെ പോയാൽ ചിലപ്പോൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. അതെ, ഞാനൊന്ന് നെറ്റ് കഫേ പോയി ഇത് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ട്രാൻസ്പ്ലാന്റേഷൻ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്.
അത് ഗംഗാറാം ഹോസ്പിറ്റലാണ് ഡൽഹിയിൽ. ഗംഗാറാം ഗംഗാറാം ഹോസ്പിറ്റൽ നിങ്ങൾ തന്നെ കണ്ടെത്തുക? ഞാൻ തന്നെ കണ്ടെത്തിയതാണ്. അത് പിന്നെ അന്ന് ഒരു സിക്ക് ഡോക്ടറാണ്, ഡോക്ടർ സോയിൻ. അദ്ദേഹം ഏഷ്യയിലെ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു ബന്ധുവായിട്ട് ഡൽഹിയിലുള്ള ഒരു CRPF-ലുണ്ടായിരുന്ന മിസ്റ്റർ രാഘവൻ, അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്തു. അദ്ദേഹം മുഖാന്തരം ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് എടുത്തു. ഞാനും ഇവളും കൂടി ഒരു ഏപ്രിൽ മാസം നേരെ ഞാനിവൾ ഒറ്റയ്ക്ക് ഡൽഹിയിലേക്ക് പോവാണ്. ഡൽഹിയിലേക്ക് പോകുമ്പോൾ വീട്ടുകാരോടൊന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല, ഒരു കൺസൾട്ടേഷന് പോകുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഡൽഹിയിലെത്തി ആ ഡോക്ടറെ കണ്ട് ഡോക്ടറെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ലിവറിൻ്റെ 80% പോയി, ഡാമേജ് ആയി കഴിഞ്ഞു. ഇനി ഒരു മാക്സിമം 3 or 4 months അതാണ് നിങ്ങളുടെ ലൈഫ്. അത് പറഞ്ഞ ഉടനെ തന്നെ ഒരു വല്ലാണ്ട് ഷോക്ക്. സൽമാൻ കേൾക്കുന്നുണ്ടല്ലോ ഇത് പറയുമ്പോൾ? കൊണ്ട് അടുത്തുണ്ട്. എന്ത് തോന്നി സൽമാൻ? എന്ത് തോന്നി ഇത് പറയുമ്പോൾ? ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വല്ലാണ്ടായി. ഞാൻ അവിടുന്ന് ശരിക്കും കരഞ്ഞു പോയി. അപ്പോൾ എന്നോട് പിന്നെ ഇപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്താ ചെയ്യേണ്ടത് ഇതിന്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാറ്റി വെക്കണം കരൾ. അപ്പോൾ അതിന് ഞാൻ പൈസ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു 30 lakhs വേണമെന്ന് പറഞ്ഞു അന്ന് 2008. അപ്പോൾ എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞത്, പണമല്ല പ്രശ്നം, നിങ്ങൾക്കൊരു ഡോണറെ കിട്ടണം, അതാണ് പ്രശ്നം. പണം നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളും, പക്ഷേ ഒരു ഡോണറെ നിങ്ങൾക്ക് എങ്ങനെയും കണ്ടെത്താൻ പറ്റില്ല. ഒരു ലിവിങ് ഡോണറെ കണ്ടെത്തണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അതാരാണെന്ന് തീരുമാനിക്കണമെന്ന്. അപ്പോൾ ഇവൾ ചോദിച്ചു, എൻ്റെ പറ്റുമെന്ന് ചോദിച്ചു. അന്നേരം തന്നെ ഓൺ ദി സ്പോട്ട് പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഫസ്റ്റ് ചോദിച്ച ചോദ്യം ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചു. B പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. എൻ്റെതും B പോസിറ്റീവാണ്. ഫോർച്ചുനേറ്റ്. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു 80% ഓക്കെ, ബാക്കി കാര്യം നമുക്ക് നാളെ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഏകദേശം ഒരു ബ്ലഡ് ടെസ്റ്റ് 10-30,000 രൂപയുടെ ടെസ്റ്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. പണം കരുതി ഡേറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാം പറയണമല്ലോ, ഇവളെ വീട്ടിൽ പറയണം, എൻ്റെ വീട്ടിൽ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അഡ്മിറ്റ് ചെയ്യാനാവില്ല, എനിക്കൊരു ഡേറ്റ് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി തന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുവാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ മെയ് മാസമാണ് എത്തുന്നത്. ഡൽഹിയിൽ അതികഠിനമായ ചൂടും പിന്നെ അവിടുന്ന് കാണുന്നിടത്തു നിന്നൊക്കെ വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ടൊക്കെ ആയിരിക്കണം എനിക്ക് ഇൻഫെക്ഷൻ കൂടി പെട്ടെന്ന്. തിരിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ വരികയാണ്. ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു കോമ സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോമ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു അപ്പം അത് ഏകദേശം ബാംഗ്ലൂർ എത്തുമ്പോഴേക്കും എൻ്റെ കൂടിക്കൂടി വരികയാണ്. ഫ്ലൈറ്റിലാണ്. ബാംഗ്ലൂർ ഇറങ്ങിയപ്പോൾ ബാംഗ്ലൂർ റിലേറ്റീവ് ഉണ്ടായിരുന്നു, ഒരു പയ്യൻ അവിടെ എൻജിനീയറിംഗ് പഠിക്കുകയാണ്. അവനെ വിളിച്ചു. അവൻ വന്ന് അവൻ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ അന്ന് രാത്രി താമസിച്ചു. എൻ്റെ നാട്ടിലെ അതെ, എനിക്ക് വിളിച്ചാൽ ഞാൻ തലപൊന്തിക്കുന്നല്ലാതെ എനിക്ക് പൂർണ്ണമായിട്ടും അവിടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഓക്കെ, പിന്നൊന്നുമില്ല, ഇറങ്ങിയേറ്റാകുമ്പോൾ കൂട്ടി വന്നു. അപ്പോൾ അവർ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നേരെ ഇവരെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ താമസിക്കുന്നിടത്ത് പോയി. പിന്നെ അവിടെ നിന്ന് എൻ്റെ ഏട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു വണ്ടി എനിക്ക് അറേഞ്ച് ചെയ്ത് തരണം, അവിടെ എവിടെയും കാണിക്കാൻ വേണ്ടിയിട്ട് അവരാണെന്ന് പറയുന്നുണ്ട്. അവിടെ പറഞ്ഞു ഒന്നെനിക്ക് ഭാഷ അറിയില്ല, കന്നഡ അറിയില്ല, എങ്ങനെയെങ്കിലും നാട്ടിൽ PVS വരുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്നിട്ട് ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് എനിക്കൊരു ടാക്സി അറേഞ്ച് ചെയ്താണ്. അപ്പോൾ അവർ പിന്നെ പെങ്ങളെ മോൻ തന്നെയാണ് ഇവരെ. അപ്പം പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് ഒരു ടാക്സി ആക്കാണ്. അങ്ങനെ ഒരു ടാക്സി ആക്കിയിട്ട് രാത്രി നമ്മൾ ബാംഗ്ലൂരിൽ നിന്നൊരു ടാക്സി ആക്കി ഒരു കോളീസ് വണ്ടി അല്ലേ, ഇന്നോവ. അതിൽ രാത്രി എന്നെ ഇവള് എടുത്തിട്ട് പോയി. അപ്പോഴേക്കും ഞാൻ ഏകദേശം അൺകോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ് മോസ്റ്റ്ലി. ഇപ്പം രാത്രി വണ്ടി ഒരു 6 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് വിട്ടിട്ട് 8 മണി ഞാനും നീ മാത്രമല്ല, റിജു ഉണ്ട്, എൻ്റെ അവിടെ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അവനുണ്ട്. രാത്രി വണ്ടി വിട്ടിട്ട് പുലർച്ചെയാണ് PVSലെത്തുന്നത് കോഴിക്കോട്. ആ PVSലെത്തി അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ ഇവരോട് ചോദിച്ചു എന്ത് പറ്റി പെട്ടെന്ന് തോന്നി ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞു ഡൽഹിയിൽ പോയിരുന്നു, ഇങ്ങനെ ഗംഗാറാം ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അയാൾ ഇവളെ ആദ്യം ഷൗട്ട് ചെയ്തു, ഇത്രയും ദൂരം യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്തു.
ഇവളും കുറച്ച് ശബ്ദം ഉയർത്തി പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയതാണ്, ചെയ്തേ മതിയാവുള്ളൂ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവറി ആക്കി കിട്ടണമെന്ന് പറഞ്ഞു. ഡോക്ടർ ഉടനെ കൊണ്ടുപോയി. പിന്നെ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് വയറൊക്കെ ക്ലീൻ ചെയ്ത് മെഡിസിനൊക്കെ തന്നു. ഒരു ദിവസം കഴിയുമ്പോഴേക്കും ക്ലിയർ ആയി, കോൺഷ്യസ് ആയി. പിന്നെ അങ്ങോട്ട് ലെവലായി. രാജേന്ദ്രൻ, അങ്ങനെ മിംസി ഇവിടുന്ന് PVSCന്ന് എനിക്കതിനകത്ത് PVSCയിലെ ഡോക്ടർ നിലപാടിനോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. നിങ്ങളും പറ്റുമെങ്കിൽ രോഗികളെ നിങ്ങളുടെ ഒരു പരിധിക്ക് അപ്പുറത്തേക്കാണ് കാര്യങ്ങളെന്ന് ബോധ്യപ്പെട്ടാൽ ദയവ് ചെയ്ത് നിങ്ങൾ അവരെ റെഫർ ചെയ്യണം കൃത്യമായിട്ട്. അതൊരു അപേക്ഷയുണ്ട് ഒരു അവതാരകൻ എന്ന നിലക്ക്. അവിടുന്ന് എന്താണ് അവിടുന്ന് ഡോക്ടർ തന്നെ PVSCയിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യാനാണെങ്കിൽ അമൃത ഹോസ്പിറ്റലിൽ പുതുതായിട്ടൊരു ട്രാൻസ്പ്ലാന്റ് സർജറി ഉണ്ട് കൊച്ചിയിൽ. അവിടെ ഇപ്പോഴും അതിനുള്ള സംവിധാനമുണ്ട്, നിങ്ങളൊന്ന് അവിടെ കൺസൾട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഡൽഹി വരെ പോകണ്ട. അപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി സൗകര്യപ്രദം അതാണെന്നുള്ളതുകൊണ്ട് അമൃതയിൽ ഡോക്ടർ സുധീർ, നമ്മളെ അഡ്വക്കേറ്റ് പ്രദീപ് നാഥിൻ്റെ കോബ്രദർ സുധീറിനെ ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ സുധീർ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് പോര്, നമുക്ക് കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അമൃതയിലേക്ക് പോകുന്നത്. അമൃതയിലേക്ക് പോയി സുധീന്ദ്രൻ മുഖാന്തരം അവിടുത്തെ ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ സുധീന്ദ്രൻ അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2008 മെയ് മാസം 29 ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഒരു ചോദ്യം, ഈ കരള് പകുത്ത് നൽകുക എന്ന് പറയുന്ന സമയം ചെറിയ കാര്യമല്ല ആ കാലഘട്ടത്തിൽ. അത് നിങ്ങൾ ഒരു നിലക്കും ഭയത്തിലാക്കിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല? ഇല്ല, ഒട്ടുമില്ല. നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളോട് പറഞ്ഞില്ലേ മോളെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട? സത്യം പറഞ്ഞത് അമ്മ പറഞ്ഞിട്ടുണ്ടായി. അമ്മ പറഞ്ഞിട്ടില്ല. അനിയത്തിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾ പറഞ്ഞില്ലേ വേണ്ടാത്ത പണിക്ക്? സുഹൃത്തുക്കൾ അധികം ആരും അറിയില്ല എന്നുള്ളതാണ്. എൻ്റെ സ്കൂളിൽ എൻ്റെ HMനോട് മാത്രമേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു. അപ്പം അവരിങ്ങനെ എന്നാന്നുള്ള അവസ്ഥയിലാവുള്ളത്. എന്താ അവസ്ഥ എന്ന് പറയാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ചിലര് സാമ്പത്തികം വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഡൽഹിയിൽ 30 ലക്ഷം പറഞ്ഞെങ്കിലും അമൃതയിൽ ഏകദേശം ഒരു 20 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം അതിനിടയിലാണ് ആവുകയെന്ന് പറഞ്ഞത്. എത്രയായി ശരിക്കും? എനിക്ക് ഏകദേശമായി 12 ലക്ഷം അമൃതയിൽ സർജറിക്ക് അന്ന് കൊടുത്തു. അതിന് സപ്പോർട്ടീവായിട്ടുള്ള മറ്റ് എല്ലാം കൂടി ഒരു 20 ലക്ഷം. ഈ കരള് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യണം, നിങ്ങളെ ഓപ്പൺ ചെയ്യണം ഒരേപോലെ. അതിന് ഞാനത് ഒരു 1-2 സുഹൃത്തുക്കളെ ട്രാൻസ്പ്ലാന്റിന് കൊണ്ടുപോകുമ്പോൾ രണ്ടുപേരെ ഒരേ സമയമാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു രംഗം ഇത് 2-1 അല്ലേ? 2-1 അല്ലാതെ ഒരു പൂർണ്ണമായും ഒരു 100% സക്സസ് ആയി നടക്കുന്ന ഒരു പ്രക്രിയ അല്ല ഇത്. കരള് മാറ്റി വെച്ച് 1 മാസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട്, 10 ദിവസം കൊണ്ടൊക്കെ ആള് കാഞ്ഞുപോയ കഥകളാണ് നാട്ടിലുള്ളത്. ഒരു ഭയവും സന്മക്ക് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഭയം തോന്നിയിട്ടില്ല. രണ്ടുപേർക്കും തോന്നി. കാരണം മണിക്കാണ് തിയേറ്ററിലേക്കുള്ള 7 മണിക്കല്ലേ? പുലർച്ചെ ഒരു 5-നും റെഡിയാക്കി 7 മണിക്ക് വന്ന് 7 മണിക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി ഒരേ സ്ഥലത്ത് കിടത്തി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിശ്വാസമുണ്ട് എന്തായാലും നമുക്ക് വേറെ കുഴപ്പമില്ല. എന്തോരം മനസ്സിനടുക്കും ധൈര്യമായിരുന്നു. പിന്നെ അതിന് മുന്നേ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഡോക്ടർ പറയും മുന്നേ ചെയ്ത, എനിക്ക് തോന്നുന്നു ഞങ്ങള് 19ാമത്തെ സർജറിയാണ്. കേരളത്തില് 19ാമത്തെ സർജറിയാണ്. അന്ന് സർജറി മുന്നേ സർജറി ചെയ്ത ഒരു ലേഡി അല്ലേ, അവരുടെ നമ്പർ തന്നിട്ടുണ്ട്, വിളിച്ചോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിക്കണ്ട, കാരണം അവരെന്തെങ്കിലും മോശം പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ പുറപ്പെടും, ടെൻഷനായി. ആരും വിളിച്ചില്ല, ഒന്നും അറിയില്ല. അതിന്റെ മുന്നും ബാക്കും ഒന്നും നോക്കിയില്ല. അത് വരുന്നത് ഇതിന് മാർഗമുള്ളൂ, സർജറി മാത്രമേ ഇതിനൊരു മാർഗമുള്ളൂ. അപ്പൊ രണ്ടുപേരും ഫുൾ ഡ്രസ് എല്ലാം മാറ്റി നീല ഡ്രസ് എല്ലാം കിടത്തി രണ്ടുപേരും മക്കളില്ല. മക്കള് എന്നുള്ള സ്വപ്നം അവിടെ മാറ്റി വെച്ചിരിക്കാം. നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ല എന്ന ബോധ്യത്തിൽ നിങ്ങൾ എത്തിയായിരുന്നു. അത് നിങ്ങൾ വീട് വരെ ആ ഒരു കൺസെപ്റ്റിൽ എടുത്തതെന്ന് എനിക്ക് പറയുന്നത്. അതൊന്നുമില്ല, ചെറിയൊരു വീട്, 2 ബെഡ്റൂം മാത്രം. ഒന്ന് നിങ്ങൾക്ക് 2 പേർക്കും, മക്കൾ ഇനി ഇല്ല. കരള് നൽകി കരളുമായി 2 പേർക്കും ജീവിക്കാൻ അല്ലെ? പകർന്നു നൽകിയ കരളുമായി സ്നേഹത്തോടെ കഴിയാം. ഇനി വേറെ ആരും വരാനില്ല. അതിലേറ്റവും വലിയൊരു എടുത്തു പറയേണ്ട കാര്യം, സർജറിയുടെ സമയത്തും സർജറിക്ക് മുന്നേയും സർജറിക്ക് ശേഷവും എൻ്റെ കുടുംബവും ഇവളുടെ കുടുംബവും മുഴുവൻ പേരും
അവിടെ ഉണ്ടായിരുന്നു. ആക്റ്റീവായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അവര് ഭയങ്കര ഭയപ്പാടിലായിരുന്നില്ലേ? അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആ സർജറിക്ക് എടുത്ത് രാവിലെ 7 മണിക്ക് കയറിയിട്ട് സഡേറ്റഡ് ആയി പിന്നെ നിങ്ങൾ ബോധം വരുന്നത് എപ്പോഴാണ്? എനിക്ക് രാത്രി 7 മണിക്ക്. 12 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾക്കോ? ഞാൻ 48 hours കഴിഞ്ഞിട്ടാണ് ബോധം. നിങ്ങൾക്ക് ബോധം തെളിഞ്ഞപ്പോ എന്ത് തോന്നി? ആദ്യം ബോധം വന്ന് നിങ്ങൾക്കാണല്ലോ. പകുതി എത്ര ശതമാനം കരൾ പോയിട്ടുണ്ടാവും വന്ന്? 60% മറ്റോ പകുതിയിൽ മേലെ 60% കരൾ എടുത്തു നിങ്ങളുടെ. അതിന്റെ ചിത്രം എല്ലാം കാണിച്ചു തന്നു നിങ്ങൾ? ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു തന്നെ ചിത്രം കാണിച്ചില്ല അന്ന് ആ സംവിധാനം. നിങ്ങളുടെ 60% എടുത്തത്. അത് ഡിസ്ചാർജ് സമ്മറിയിലുണ്ട്. അതെല്ലാം പറഞ്ഞുതരുകയും ചെയ്തു. അപ്പൊ ഈ ബോധം തെളിഞ്ഞിങ്ങനെ വന്നപ്പോ ബോധം തെളിഞ്ഞപ്പോ ഞാൻ എവിടെയാണ് അത് സ്റ്റിച്ചൊന്നും പറയാനില്ല. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ വലതു ഭാഗത്തേക്ക് എൽ ഷേപ്പിൽ പോയിട്ട് ഈ സ്ത്രീകളൊക്കെ ശരീരത്തിലൊരു കല വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് യങ് സ്റ്റേജ് ആണ് അല്ലെ? അന്നേരമാണ് ഈ കല മാത്രമല്ല കരളിന്റെ 60% ഒരാൾക്ക് കൊടുക്കേണ്ടത്. 32 വയസ്സാണ്. 32 വയസ്സിൽ എനിക്ക് 42. 10 വയസ്സിന്റെ വ്യത്യാസം. അത് ഭയങ്കര സംഭവം അല്ലേ? അപ്പൊ ബോധം തെളിഞ്ഞപ്പോ എന്താ സന്മക്ക് തോന്നിയത്? അല്ല അവർക്ക് എന്തുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ താങ്കൾക്കോ? ഞാൻ ബോധം തെളിഞ്ഞപ്പോ പിന്നെ ഇവളെ പറ്റി ഒന്നും പറയുന്നില്ല ആരും ചോദിച്ചപ്പോ. കാരണം ഇവക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായത്. നമുക്ക് സർജറി കഴിഞ്ഞപ്പോൾ വല്ലാണ്ട് ബുദ്ധിമുട്ടി. വോമിറ്റിങ്ങും പ്രശ്നമൊക്കെ ആയിട്ട് ഇവിടെ ആകെ വല്ലാണ്ട് കൊളാപ്സായി. ഞാൻ അന്വേഷിച്ചപ്പം ഇവളെ പറ്റിയൊന്നും ആരും പറയുന്നില്ല. അപ്പം എൻ്റെ ഒരു മനസ്സിലെന്താന്ന് പറഞ്ഞാൽ ഇവൾക്കെന്തോ സംഭവിച്ചു സർജറി, അങ്ങനത്തെ ഒരു പേടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇവളെ കിട്ടിയേ മതിയാവുള്ളൂ, ഇവളെ അതിനോട് വാർഡിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ കണക്ട് ചെയ്ത് ഇവളുടെ വാർഡിലേക്ക് ഞാൻ സംസാരിക്കാൻ വിളിച്ചിട്ട് ഇവൾക്ക് അതിശയമായി. കാരണം ഇവൾക്ക് തീരെ വയ്യ. പിന്നെ ഞാൻ ഫോണിൽ വിളിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഇവളാകവല്ല. 48 മണിക്കൂർ ശേഷം. അതെ. അങ്ങനെ ഞാൻ ഫോണിൽ ഇവളെ വിളിച്ച് ഇവളെല്ലാം അറ്റൻഡ് ചെയ്തു. കാരണം ഞാൻ ഫോണിനടുത്ത് അന്ന് ലാൻഡ് ഫോൺ ആണല്ലോ, ഫോണിനടുത്ത് പോകാനുള്ള ഒരു ഇങ്ങനെ അവസ്ഥയല്ല. അപ്പൊ അവർ ഈ ബെഡ് കോട്ടടക്കം തള്ളിയിട്ട് ഫോണിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ എണീക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഫോൺ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഒരു ഇത് കിട്ടിയത്. അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളത്. ഞാൻ രക്ഷപ്പെട്ടു, ഞാനെങ്ങനെയോ രക്ഷപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പോൾ അത് ഇവളോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഹാപ്പി. പിന്നെ ICU ഞാൻ ഏകദേശം ഒരു 2008 മെയ് 29 സർജറി. ഈ നിങ്ങളുടെ ഈ ലിവർ ഡാമേജ് ആണെന്ന് അറിയുന്നതിനൊരു പ്രണയ ദിനത്തിലാണ് എന്ന് നിങ്ങൾ എവിടെയോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഏപ്രിൽ 14. ഫെബ്രുവരി 14 ആ ഒരു സമയത്താണ്. അതാണ് അങ്ങനെ ഒരു സമയത്ത്. സന്മ, പ്രേക്ഷകരിത് കണ്ടുകൊണ്ടിരിക്കുക. ഒരു നല്ല സ്നേഹമൊത്തം രാജ്യം തന്നെ കൊടുക്കണം. പ്രേക്ഷകരെ, നമ്മൾ കടന്നുപോയത് ഇനിയും കുറേ സംസാരിക്കാനുണ്ട്, പക്ഷെ നമുക്ക് സമയം 40 മിനിറ്റേ ഉള്ളൂ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര സൂക്ഷ്മതയോടെയാണ് ആ ജീവിതം കൊണ്ടുപോയത് എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ഈ കരളുപോയ രാജേന്ദ്രനെ വേണമെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കാമായിരുന്നു സന്മക്ക്. പുതിയ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ, കൂർക്കം വലി സഹിക്കാൻ കഴിയുന്നില്ല. എന്നെ എടി എന്ന് വിളിച്ചു, എന്നെ പോടാ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണത്തിൻ്റെ പേരിൽ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം അവനിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് വേർപിരിയുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊരു മാതൃകയാണ് ഈ ദമ്പതികൾ. ദൈവത്തിന്, പ്രകൃതിക്ക്, സൃഷ്ടാവിന് എല്ലാം നമുക്കൊരു നന്ദി പറയണം. പ്രേക്ഷകരുടെ മനസ്സിൽ ഈ ദമ്പതികൾ നമുക്കൊരു അത്ഭുതമാണ്. കാരണം ഒരാളും ഈ ലിവർ മാറ്റി വെക്കുന്നതിനെക്കുറിച്ച് വലിയ നിലക്ക് ചിന്തിക്കാത്തൊരു കാലഘട്ടത്തിൽ മലബാറിൽ ആദ്യമായി കരൾ പകുത്തു നൽകിയ രാജേന്ദ്രനും സന്മയും നമുക്ക് ഒരു ഊർജ്ജമാണ്. ഇതൊരു പാഠമാണ്, ഒരു പാഠപുസ്തകമാണ്. നമ്മളും പഠിക്കണം ഇതിൽ നിന്ന് ജീവിതം. രാജേന്ദ്രൻ പറഞ്ഞതുപോലെ സ്നേഹിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. പ്രിയ പ്രേക്ഷകർക്കും ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വിലപ്പെട്ട സമയം നൽകിയ രാജേന്ദ്രനും സന്മയ്ക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, ഒപ്പം ഒരു ബിഗ് സല്യൂട്ടും.